ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ എവിടെയാണ് പോണേന്ന് അറിയാനില്ലല്ലോ, പക്ഷെ നമ്മൾ വഴി ഏത് പറഞ്ഞു തരുവേ. പോയിട്ട് വരാം. കൂട്ടുകാരെ, നമ്മളങ്ങനെ സിറ്റിയിലകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം പേരൂർക്കട എത്താറായി. ഇപ്പോൾ പേരൂർക്കട ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് ഈസ്റ്റ് പോർട്ടാണ്. കൂട്ടുകാരെ, നമ്മളങ്ങനെ കോട്ടയ്ക്കകത്ത്, നമ്മൾ കിഴക്കേക്കോട്ട, തിരുവനന്തപുരം കിഴക്കേക്കോട്ട കോട്ടയ്ക്കകത്ത് ഉള്ള പാർക്കിംഗ്, നമ്മൾ KSRTCയുടെ ഒരു പാർക്കിംഗ് ഉണ്ട്. നമ്മളെ പാർക്കിങ്ങിനകത്ത് വണ്ടി ഒതുക്കിയിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു പാർക്കിംഗ് കാണിച്ചു തരാം ആണ് കേട്ടോ. KSRTCയുടെ പാർക്കിംഗ് വളരെ സൗകര്യമായിട്ട് വിശാലമായി കിടക്കുന്ന പാർക്കിംഗ് സൗകര്യം. സുഖമാണ്, സൂപ്പറായിട്ട് വണ്ടി ഒതുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ എല്ലാവരും ഒരുപാട് വേറെ സ്ഥലങ്ങളിലുള്ള വണ്ടിക്കാരൊക്കെ കൊണ്ടുവന്ന വണ്ടി ഇവിടെ ഒതുക്കിയിട്ടാണ് പോകുന്നത്. പേ പാർക്കിംഗ് ആണ്. ഞാൻ ഇവിടെ പൈസ അടയ്ക്കണം. കണ്ടോ, ലുലുവിൻ്റെ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. ലുലു മാളിൻ്റെ നമ്മളിപ്പോൾ പോകേണ്ടതുണ്ട് ഈ വലിയ കെട്ടിടത്തിലാണ് നമ്മൾ പോകേണ്ടത്. ആ കാണുന്ന വലിയൊരു ബഹുനില കെട്ടിടമുണ്ടല്ലോ, ആ വലിയൊരു കെട്ടിടത്തിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ വനിതാ വികസന കോർപ്പറേഷനിൽ നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷനിൽ വേണം നമുക്ക് പോകാൻ. വനിതകളെ സഹായിക്കുന്ന ഒരു വികസന കോർപ്പറേഷൻ. നമ്മളപ്പോൾ അവിടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മളിത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് അവിടെ വണ്ടി കൊണ്ട് ഒതുക്കി നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാവച്ചൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വണ്ടി നമ്മളൊരു പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഴ്സൽ നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് പാഴ്സൽ കഴിക്കും. ഏതാ വണ്ടിക്കകത്ത്? ശരി ശരി. ഇവിടെ ലേറ്റർ അടിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ചോറൊക്കെ തുറന്നിട്ടുണ്ട്. എന്തൊക്കെ കറികളെന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്തൊക്കെ കറികളുണ്ട് കേട്ടോ. ചോറ്, പിന്നെ പൊതിച്ചോറ്, തോരൻ, കിച്ചടിയാ, അതെല്ലാം കിച്ചടി, പിന്നെ അച്ചാർ. ഇവിടെ ഉണ്ട് കേട്ടോ. പപ്പടമൊന്നുമില്ലല്ലേ, അവിയലൊന്നുമില്ലല്ലേ, മരിച്ചിനിയൊന്നുമില്ലല്ലേ. മരിച്ചിനിയൊന്നുമില്ല. നമ്മളവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് മരിച്ചിനിയെ കിട്ടണം. ഇത് എവിടെ നിന്നായിട്ടോ നമ്മൾ ഈ ഊണ് വാങ്ങിച്ചത്? പേരൂർക്കടയുടെ അടുത്ത് നിന്നാണ് കേട്ടോ ഈ ഊണ് നമ്മൾ വാങ്ങിയത്. ഞാൻ ഒഴിച്ച് കറികളും ഉണ്ട്. ഒരു മൂന്ന് ഐറ്റം ഇല്ല കേട്ടോ. 3 ഐറ്റേ ഉള്ളൂ. എത്ര രൂപ ചേട്ടാ ഊണിന്? 70 രൂപ. പക്ഷെ എനിക്ക് തോന്നുന്നു ആഫി ഹോട്ടലൊക്കെ ഞങ്ങളല്ല ഇത്തിക്കൂടെ കറിയൊക്കെ കാണുമെന്ന് തോന്നണം അല്ലേ. ഒഴിക്കാനൊക്കെ 4 ഐറ്റം കാണുമായിരുന്നല്ലേ അവിടെ കറികൾ. കണ്ടു, നമ്മുടെ ചോറ് അങ്ങനെ സാമ്പാർ വീത്തി, രസം വീത്തി, പരിപ്പ് കൂട്ടി. ഇതാ മീനുവിന് തൈരും പുളിശ്ശേരിയും കിട്ടാത്തതിൻ്റെ ഒരു വിഷമം അല്ലേ മീനു? നമ്മൾ അഭി ഹോട്ടൽ ഊണായിരുന്നെങ്കിൽ ലെവലായിരുന്നു. അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ ആട്ടോ പാർക്കിംഗ് സൗകര്യം ഇതിനകത്ത് ഇല്ല എന്നവരില്ലാന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ പുറത്തെടുത്തിടാൻ പോവുകയാണ് കേട്ടോ. വണ്ടി നമ്മൾ ഈ പാർക്കിങ്ങിനെ പുറത്തെടുത്തിടാൻ പോവുകയാണേ. ഇനി നമ്മൾ വരും കാലത്തുള്ള ഒരു മ്യൂസിയം, സുനിൽ വാക്സ് മ്യൂസിയമാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ, സുനിൽ വാക്സ് മ്യൂസിയം. ഇത് നമ്മൾ എപ്പോഴെങ്കിലും വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും. ബാങ്കിലോട്ട് കയറാൻ പോകുന്നു ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ തിരക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഈ കെട്ടിടത്തിൻ്റെ എവിടെയോ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കണ്ടുപിടിക്കണം എവിടെയാണെന്നുള്ളത്. ഇതാണ് കേട്ടോ ഓഫീസിൻ്റെ ഫ്രണ്ട്. വനിതാ വികസന കോർപ്പറേഷൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി ഇതാണ് കെട്ടിടം. ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് അകത്ത് കയറിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ബാങ്കിനകത്തുള്ള കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ നമുക്കിനി വണ്ടിയിലോട്ട് പോവാം.
പിന്നെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിട്ട് പറഞ്ഞുതരാം. വണ്ടിയിൽ പോയി ഇരുന്ന് നമുക്ക് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അല്ലേ? കൂട്ടുകാരെ, ഇത് നമ്മുടെ അക്ഷയിൽ നിന്ന് എടുത്ത ഒരു ഫോമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പേരും ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം ഇത് നമ്മളിവിടെ ബാങ്കിൽ വന്നതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവർ കുറച്ച് രേഖകൾ ഇതാ നമുക്ക് വേണ്ടതെല്ലാം അവിടെ ടിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ടിക്കറ്റ് തന്നതിന് ശേഷം ഇതും കൊണ്ട് നേരെ അക്ഷയയിൽ പോവുക. അതുപോലെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം കൂടെ അയച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അവർ മൊബൈൽ നമ്പർ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ ലോണിനുള്ള കാര്യങ്ങൾ അവരപ്പോഴാണ് അതിൻ്റെ എല്ലാം അപ്രൂവൽ ആവണമെന്നല്ലേ. ഇതിനെയും കൊണ്ട് അവരെവിടെ നിന്ന് തരുന്നതെല്ലാം കൊണ്ട് നേരെ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്പരും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് പ്രോജക്റ്റ് വർക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഒരു പ്രോജക്റ്റ് വർക്കും ഒക്കെയാണ് ഇവിടെ വരേണ്ടത്. എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ എന്തായാലും വന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് അവരെല്ലാം നമ്മളോട് വളരെ സൗമ്യമായ രീതിയിലാണ് നമ്മളടുത്ത് പെരുമാറി അല്ലേ അല്ലേ വാസി? നമ്മൾ വളരെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് നമ്മളടുത്ത് പെരുമാറിയത്. അപ്പം നമ്മൾ ഇനി എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് ആർക്കെങ്കിലും ഉപകാരപ്രദം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ഒരു കോഴി ഫാം തുടങ്ങുന്നതിൻ്റെ കേസുമായിട്ടാണ് നമ്മളിതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും വഴിയിലൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ബാക്കിയുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.